നമസ്കാരം. സർക്കാരിൻ്റെ മദ്യനയവും ചെങ്ങന്നൂരിലെ ബാർ ചലഞ്ചും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷമിറക്കാനുള്ള അസുലഭ ഭാഗ്യമാണ് സുപ്രീം കോടതി ഉത്തരവുകളിലൂടെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. പാതയോരത്തെ മദ്യശാലകൾ പൂട്ടിക്കൊണ്ടുള്ള ഉത്തരവിൽ സുപ്രീം കോടതി തന്നെ പിന്നീട് പലതവണ വെള്ളം ചേർത്തപ്പോൾ നഗരപ്രദേശങ്ങളിൽ പൂട്ടിയ ബാറുകൾ തുറന്നു. ഇനി പഞ്ചായത്തുകളിലും പൂട്ടിയവ തുറക്കാം. എന്നാലും പുതിയ ബാറുകളൊന്നും തുറന്നിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി ആണയിടുന്നത്. സത്യമാണ്, ഉമ്മൻചാണ്ടി പൂട്ടിയതൊന്നും തുറന്നിട്ടില്ല. പക്ഷേ വേറെ പുതിയത് തുറന്നു. 3 സ്റ്റാറുകൾക്ക് ബാറുകൾ അനുവദിച്ച മദ്യനയത്തെ തുടർന്ന് മുമ്പ് പൂട്ടിയവ ഓരോന്നായി 3 സ്റ്റാറുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചനക്ഷത്രങ്ങളായിരുന്ന 22 ബാറുകൾ അങ്ങനെയെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് 600 ആയെങ്കിലും വളരും. മദ്യപിക്കുന്ന ശീലമില്ലാത്ത പിണറായിയും TP രാമകൃഷ്ണനും G സുധാകരനും നയിക്കുന്ന സർക്കാർ പാവം ജനത്തെ കുടിപ്പിച്ച് കിടത്തുന്ന ഈ വിദ്യ കണ്ട് ആഗോള കത്തോലിക്ക സഭയിലെ സകല മദ്യവിരുദ്ധരും അന്തം വിട്ടു നിൽക്കുകയാണ്. ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, നീ അറിഞ്ഞോ? മേലെമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മറ്റൊരു ഓഖി ദുരന്തം എന്നെ എനിക്കതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഓഖി എന്താണ്, ഇതെന്താണ് എന്നുള്ളത് അതൊക്കെ അങ്ങനെ ചോദിക്കട്ടെ. എനിക്ക് അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഞാനൊരു വേറെ രീതിയിൽ ഈ മന്ത്രിയുടെ ചുമതലയിലേക്ക് ഞാൻ അതിനൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒക്കെ എനിക്കറിയാം. ഈ സർക്കാർ തിരഞ്ഞെടുത്ത ഒരു ജനത്തോടുള്ള കടുത്ത വഞ്ചന, ഇങ്ങനെ വഞ്ചന കാണിക്കുവാൻ ഒരു സർക്കാരിന് സാധിക്കുമോ? അത് വെറുതെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ്. KSBC എന്തെങ്കിലും ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വസ്തുത മനസ്സിലാക്കാതെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായമായിരിക്കും. അപ്പം വസ്തുത ഈ പറഞ്ഞ കാര്യമാണ്. പുതിയ ഷാപ്പുകളൊന്നും അനുവദിക്കുന്നില്ല, പുതിയ ഒരൊറ്റ ഔട്ട്ലെറ്റുകളും വർദ്ധിപ്പിക്കുന്നില്ല. ഇതാണ് നിലപാട്. ആ നിലപാടിനെ മാറിയിട്ടില്ല, ആ നിലപാട് തന്നെയാണ് തുടരുന്നത്. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. അന്ന് സിനിമാ നടന്മാരെയും നടിമാരെയും കൊണ്ട് പറയിപ്പിച്ച വാഗ്ദാനം എവിടെ? ഞങ്ങൾ മദ്യവർജനം കൊണ്ടുവരും, ആളുകളെ സഹായിക്കും. പൊള്ളയായ വാഗ്ദാനം നൽകി ഒരു ജനത്തെ വഞ്ചിക്കുകയായിരുന്നു. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനോടെങ്കിലും ആത്മാർത്ഥത പുലർത്തുവാനുള്ള ഉത്തരവാദിത്വം പ്രിയപ്പെട്ട സർക്കാരെ നിങ്ങൾക്കില്ലേ? ഇനി ഞങ്ങളുടെ നേരെ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന് പണമില്ലായിരിക്കാം. പണമില്ലാത്തത് കൊണ്ട് ഏത് വിധേനയും പണം പിഴിഞ്ഞുണ്ടാക്കുക. സാമ്പത്തിക പ്രയാസം തീർക്കാനൊന്നല്ല ഇത് ചെയ്ത്. സാമ്പത്തിക പ്രയാസമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഇതാരെയാണ് ഈ മദ്യം കുടിപ്പിക്കുന്നത്? പണക്കാരെയല്ല, പാവപ്പെട്ടവരെയാണെന്ന് പാവപ്പെട്ടവൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഓർക്കണം. ഇത് പാവപ്പെട്ടവരെയാണ് ചൂഷണം ചെയ്യുന്നത്, പാവപ്പെട്ട തൊഴിലാളികളെ. അവർ അജ്ഞരാണ്. ഇത് മദ്യം കഴിച്ചാൽ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മദ്യം കഴിക്കില്ല എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. ഞാൻ മദ്യം കഴിക്കുന്നില്ല. ആർക്കും സംശയം തോന്നിയോ? ഞാൻ മദ്യപിച്ചതായിട്ട് ഏതെങ്കിലും കാലത്ത് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്നെ മദ്യക്കുപ്പി പിടിപ്പിച്ചിട്ട് ആ പത്രത്തിൽ കാർട്ടൂൺ കൊടുത്തില്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. താനുണ്ടാവും കൂടെ. ഈ മദ്യനയവും കൊണ്ടു നടന്നാൽ ചെങ്ങന്നൂരിൽ കാണിച്ചു തരാം എന്നാണ് മെത്രാന്മാർ പറയുന്നത്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഈ ബാർ ചലഞ്ച് CPM ഏറ്റെടുത്തു.
താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞതുപോലെ ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് ഹിതപരിശോധനയാക്കിയാൽ പരസ്യമായും രഹസ്യമായും വീശുന്നവർ രാഷ്ട്രീയം നോക്കാതെ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തെന്ന് വരും. ഏപ്രിൽ 2-ന് ശക്തമായിട്ടുള്ള സമരപരിപാടികളുണ്ട്. ജീവിതത്തിൽ എല്ലാ തുറകളിലുമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ചെങ്ങന്നൂരിൽ കാണാം. എന്ത് കാണിച്ചാലും ചെങ്ങന്നൂരിൽ ഇക്കാര്യം ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഈ മദ്യനയത്തിനെതിരെ ഒരു വിധി ഉണ്ടാവും ചെങ്ങന്നൂരിൽ. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. എന്തോ കാണിച്ചിട്ട് ചെങ്ങന്നൂരിൽ ഒരു ഹിതപരിശോധനയായിട്ട് ഞങ്ങളുടെ മദ്യവിരുദ്ധ പ്രസ്ഥാനം അതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചെങ്ങന്നൂരിൽ ഉണ്ടാകും. ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യൂ, ഈ മദ്യനയത്തിനെതിരെ വോട്ട് ചെയ്യൂ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അതല്ല, KCBCക്കകത്ത് രാഷ്ട്രീയക്കാരുണ്ട്, ആ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. അതിനകത്ത് കോൺഗ്രസ് ഭാരവാഹികളാണ് കൂടുതലും. അപ്പോൾ അവരത് കിടക്കുന്ന അവസ്ഥാപനയായിരിക്കും. നമ്മളിപ്പോൾ വഴക്കൊന്നും പോകണം, അവർ കാണിച്ചോട്ടെ. നമ്മൾ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? അവർ തുറന്ന് കാണിക്കട്ടെ. അനന്ത് നമ്മളെന്തിനാണ് അവർ വഴക്കിന് പോകണേ? അവർ കാണിച്ചോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ? ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ഇവിടെ ഇതൊക്കെയാണോ ഇലക്ഷൻ്റെ പ്രശ്നം? ഈ രാജ്യം മുഴുവൻ ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്ന ഒരു ഭരണം ഇരിക്കുകയാണ്. അതിനോടല്ലേ നിങ്ങൾ പറയേണ്ടത്? അതല്ലേ ഇവിടുത്തെ പ്രശ്നം? ഒരാൾ മദ്യപിക്കുന്നതാണോ പ്രശ്നം? ഞാൻ മദ്യം കഴിക്കുന്നില്ല. അതയാളുടെ ഒരു ഇൻഡിവിജ്വൽ ഹാബിറ്റാണ്. ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നില്ല. അതുകൊണ്ട് കള്ളുകൂടിനെ കണ്ടാൽ എനിക്ക് വെറുപ്പൊന്നുമില്ല. ഞാൻ അയാളോട് കുടിക്കുന്ന അപകടമാണെന്ന് മാത്രം പറയും. അങ്ങനെ ഒരു സഹവർത്തിത്വമാണ് കുടിയന്മാരുമായിട്ട് നമുക്കുള്ളത്. കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടേ? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. അതുകൊണ്ടല്ലേ പിണറായി വിജയൻ കറവ പശുവും കറിവേപ്പിലായിട്ടല്ലേ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ കാണുന്നത്? അപ്പോൾ ഇന്നൊരു തിരുമേനി താമരശ്ശേരിയിലെ ബിഷപ്പ് നികൃഷ്ടജീവി എന്ന് വിളിച്ചതാരാ? ആ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആൾ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ഹൗസിൽ പോയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സൗഹൃദം പങ്കിട്ടത്? ആവശ്യം കഴിഞ്ഞാൽ അത് കറിവേപ്പിലയാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. എന്നും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാം അവരെ എല്ലാം ഞങ്ങൾ നന്മയുടെ പ്രതീകങ്ങളായി കാണുന്നു. അവരെല്ലാം ഉൾക്കൊള്ളും. ഈ സർക്കാരിൻ്റെ ഒരൊറ്റ ലക്ഷ്യം മദ്യമൊഴുക്കലാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യലോബിക്ക് നൽകിയ വാഗ്ദാനം അവരാഗ്രഹിക്കുന്നതിലും അപ്പുറത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു വലിയ സാമൂഹ്യ ദുരന്തത്തിലേക്കാണ് സർക്കാർ കൊണ്ടുപോകുന്നത്. ഉണ്ടാ ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി. ഞങ്ങൾ പൊതുവായിട്ട് ഒരാൾക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല, കൊടുക്കുന്ന പ്രശ്നവുമില്ല. ഇപ്പോൾ അന്ന് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത ഇളവ് ഇപ്പോൾ പഞ്ചായത്തുകൾക്കും കൊടുത്തിരിക്കുകയാണ്. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. LDF വരും, എല്ലാം ശരിയാകും. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് വന്നതോടെ പാലാ വഴി വരാത്ത രാഷ്ട്രീയക്കാരെല്ലാം പാലാമരം തേടി നടക്കുകയാണ്. വഴി ചോദിച്ച് പാലായിലെത്തിയത് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK കൃഷ്ണദാസാണ്. ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിയായ PS ശ്രീധരൻപിള്ളയ്ക്ക് കേരള കോൺഗ്രസിൻ്റെ 10 വോട്ട് കിട്ടുമോ എന്ന് അന്വേഷിച്ചുള്ള വരവാണ്. വന്നത് ചെറിയ കക്ഷിയൊന്നുമല്ല, കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതിനിധിയാണ്. ഒരു മുന്നണിയിലും കയറാതെ മുങ്ങി നടക്കുന്ന മാണിയെ വേണമെങ്കിൽ മുന്നണിയിലെടുക്കാനും തയ്യാർ.
ഈശ്വര ചതിച്ചു എന്നാ തോന്നുന്നത്. ആരാ? അയ്യോ ഇതാര്? എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നിന്നെ പറ്റി ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല കൂട്ടുകാരാ. അദ്ദേഹം ഒരു സൗഹൃദ സന്ദർശനത്തിന് വേണ്ടി പാലായിൽ വന്നു. ഞങ്ങൾ വളരെ ഒരു ഞാൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം എടുത്ത് വരാനായിട്ട്. ഓ പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ. പെട്ടെന്ന് ഇറങ്ങുമോ? ഏയ് വൈകും ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. അപ്പോൾ ആ സമയത്ത് ഒരു സൗഹൃദ സന്ദർശനം എന്നുള്ള നിലയിലാണ് ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു ഉന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ മാണി സാറിനെ കണ്ടത്. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ പ്രാധാന്യമൊന്നും അതിലില്ല. ഞങ്ങൾ ഒരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ ഫലിതപ്രിയ. കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് UDF അദ്ദേഹം വിട്ട് കഴിഞ്ഞിരിക്കുന്നു. മൊഴി ചൊല്ലി അദ്ദേഹം വ്യത്യസ്തരായി നിൽക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് പല രംഗത്തും അദ്ദേഹം നൽകിയിരുന്നു. ഇപ്പോൾ അതിന് തയ്യാറല്ല. സ്വാഭാവികമായിട്ടും ഒരു മൂന്നാം ശക്തി ആ നിലയ്ക്ക് അതിനെ ഒരു വളരെ സന്തോഷത്തോടെ അത്തരമൊരു നിലപാടിനെ സ്വീകരിക്കുകയാണല്ലോ കരണീയമായിട്ടുള്ളത്. താമരപ്പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ. അതേത് മുന്നണിയിലേക്ക് വരുമെന്നോ അല്ല ഒരു മൂന്നാം മുന്നണി വരുമെന്നോ ഒന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് നല്ലതാണ്. ഈ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിനും രാജനൈതിക രംഗത്തിനും തെരഞ്ഞെടുപ്പ് രംഗത്തിനുമൊക്കെ ഗുണകരമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താമരപ്പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. KM മാണിയെ മുന്നണിയിലെടുക്കുന്നതിൽ LDFിൽ മാത്രമല്ല ഭിന്നത, BJP പാളയത്തിലുമുണ്ട്. വോട്ടുമതി, ചങ്ങാത്തം വേണ്ട എന്നാണ് പാർട്ടിയിലെ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം പ്രകടമാക്കി മറുപക്ഷവും. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ട് അഭ്യർത്ഥിക്കും. തെരഞ്ഞെടുപ്പിൽ കള്ളന്മാരും കൊലപാതകികളും ഒക്കെ ആയിട്ടുള്ള അടക്കമുള്ള ആൾക്കാരുടെ വോട്ട് വേണം. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ടിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ബീഹാർ ഒരിക്കൽ ഭരിച്ചിട്ടുണ്ട്. ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. രാജഗോപാൽ ഒരിക്കൽ UDFിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് കാസർഗോഡ് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് 1980 മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം ഇൻ പൊളിറ്റിക്സ്. അസ്പൃശ്യതയാണ് രാഷ്ട്രീയത്തിലെ ഇങ്ങനെ ആരെയെങ്കിലും മാറ്റി നിർത്തുന്നതെന്നുള്ള അഭിപ്രായം BJPയുടെ അടിസ്ഥാന തത്വമാണ്. എന്തോന്നാടാ ഇത് നിങ്ങൾ തമ്മിൽ? BJPയുടെ നിലപാട് മാറിയിട്ടില്ലല്ലോ. അഴിമതിക്കാരായിട്ടുള്ള ആരെയും NDAയിൽ എടുക്കില്ല. അറക്കൽ ബീവിയെ കെട്ടാൻ അർദ്ധസമ്മതം പോരല്ലോ. കുമ്മനം രാജശേഖരൻ പറഞ്ഞത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആശയ ആദർശങ്ങൾ അംഗീകരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം എന്നാണ്. അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ അങ്ങ് കണ്ടാൽ വഴിവെച്ച് കണ്ടാൽ മിണ്ടിയല്ലേ? അസ്പൃശ്യത വല്ലതും ഉണ്ട്? അങ്ങനെയാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? BJPക്കാരെ കണ്ട മിണ്ടിയല, BJPക്കാരുടെ വീട്ടിൽ കയറിയല്ല, അങ്ങനെയൊന്നും നയമുണ്ടോ കേരളത്തിലില്ല എന്ന് പറഞ്ഞാൽ KM മാണിയുടെ നിലപാട് മാറ്റേണ്ടി വരുമെന്നാണ് അതിന്റെ അർത്ഥം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കുരുക്ഷേത്ര യുദ്ധ കാഹളവുമായി പാണ്ഡവ ഗാന്ധി. ഇനി കുരുക്ഷേത്രത്തിൽ കാണാം എന്നാണ് AICC പ്ലീനറി സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരിക്കുന്നത്. രാജ്യത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ചുമതലയാണ് തങ്ങൾക്കുള്ളതെന്ന് രാഹുൽ ഗാന്ധി. അതായത് തങ്ങൾ പഞ്ചപാവങ്ങളായ പാണ്ഡവരും BJP അധികാരം തലയ്ക്ക് പിടിച്ച കൗരവരുമെത്രേ. വലിയ അക്ഷൗഹിണി പടയുള്ള BJP ക്യാമ്പിനെയും മോദിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്ലീനറി സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പടയൊരുക്കം. സംഭവാമി
യുഗേ യുഗേ. Thousands of years ago, there was a great battle, a huge battle on the fields of Kurukshetra. The Kauravas were powerful, extremely well organized, and arrogant. They had money and numbers on their side. They fought a small army led by the Pandavas. The Kauravas were drunk with power and believed they were the greatest. The Pandavas were humble. They didn't speak much. They spoke softly. There were 5 brothers who had recently lost everything. But unlike the Kauravas, they fought for the truth. Like the Kauravas, the BJP and the RSS are designed to fight for power. Like the Pandavas, the Congress is designed to fight for the truth. കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോയി ആം ആദ്മി ക്യാമ്പിൽ ഒന്ന് എത്തി നോക്കി തിരികെ വന്ന നവജോത് സിംഗ് സിദ്ധു ഇപ്പോൾ പഞ്ചാബിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയാണ്. വാ തുറക്കാത്തതിന് മൻമോഹൻ സിംഗിനെ കുറച്ചൊന്നുമല്ല കോൺഗ്രസ് വിട്ട കാലത്ത് സിദ്ധു പരിഹസിച്ചത്. പ്ലീനറി സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ മുൻവശത്തിരുന്ന മൻമോഹൻ സിംഗ് സർദാർജിയെ കണ്ട് സിദ്ധു കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, കാലു പിടിച്ച് മാപ്പപേക്ഷിച്ചു. मैं सरदार मनमोहन सिंह से माफी भी मांगना चाहता हूं और झुकते वो हैं जिनमें जान होती है, अकड़ना तो मुर्दों की पहचान होती है. मैं ये कहना चाहता हूं कि सरदार मनमोहन सिंह, जो आपके मौन ने कर दिया वो बीजेपी के शोर शराबे ने नहीं किया. मैंने गंगा नहा ली सर, आपके चरणों में सर रख के. आप सरदार भी हैं और असरदार भी हैं. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ചിരിക്കണു. വീണ്ടും ഇടവേള. പ്ലീനറിയിൽ സതീശൻ വക. Our honorable Prime Minister declared the demonetization. I think 2016, the International Fools Day, falls on November 8th and not on April 1st. AICC പ്ലീനറി സമ്മേളനത്തിൽ പി ചിദംബരം അവതരിപ്പിച്ച സാമ്പത്തിക പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ചത് നമ്മുടെ VD സതീശനാണ്. ചിദംബരത്തിന് NDA സർക്കാർ എന്നാൽ NPA സർക്കാരാണ്. NPA എന്നാൽ നോൺ പെർഫോമിംഗ് അസറ്റ്, കിട്ടാക്കടം സർക്കാർ. ചിദംബരത്തിൻ്റെ ശിഷ്യനായ VD സതീശന് NDA സർക്കാർ നാഷണൽ ഡിസാസ്റ്റർ അലയൻസ് സർക്കാരാണ്. ചിദംബരം വീണ്ടും കേന്ദ്രമന്ത്രിയാവുകയാണെങ്കിൽ സതീശനെ ധനകാര്യ സഹമന്ത്രിയാക്കണം. Their perspective is narrow and sadly their vision is outdated. They are soon becoming a national disaster alliance. This is our reply to some of our leaders
in the left parties, those who are spreading and those who are talking always that there is no difference between BJP and the Congress party as far as the economic policy is concerned. My leaders and friends, November 8th of 2016 is the day our Honorable Prime Minister declared the demonetization. I think 2016, the International Fools Day, falls on November 8th and not on April 1st. People have been suffering for the last 2 years by this utter nonsense exercise, which created unprecedented confusion in India. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.